രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് വേറൊരു ചെടി പരിചയപ്പെടാം. ഈ ചെടിയും ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന ഈ ചെടിയും ഒരു ഇന്ത്യക്കാരനല്ല കേട്ടോ, ഒരു വിദേശി ചെടിയാണ്. ഇതിനെ പറ്റി കൂടുതൽ പഠിക്കാൻ നമുക്ക് പറഞ്ഞുതരാം. എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. യൂറോപ്പിലും മെഡിറ്ററേനിയനിലും കാണപ്പെടുന്ന ഒരുതരം പൂച്ചെടിയാണിത്. ഭംഗിയുള്ള ഇലകളും പൂവിനേക്കാളും കണ്ടില്ലേ നല്ല ഡിസൈനുള്ള നല്ല ഭംഗിയുള്ള ഒരു ബിഗോണിയ ചെടീൻ്റെയൊക്കെ പോലെയില്ലേ, നല്ല ഭംഗിയുള്ള ചെടികളാണ്. നല്ല കട്ടിയുള്ള നല്ല ഷേപ്പുള്ള നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയ ചെടിയാണ്. ഈ ചെടീൻ്റെ പൂക്കളും അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. ഈ ചെടിയെക്കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഭംഗിയുള്ള ഇലകളിൽ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്ന തണ്ടുകളിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത്. ഈ ചെടീൻ്റെ പേര് ഇത്രയും നേരം ഞാൻ ചെടീൻ്റെ പേര് വേണ്ട, സൈക്ലോമീൻ അല്ലെങ്കിൽ സോബ്രെഡ് എന്ന് പേരുള്ള ഒരു ചെടിയാട്ടോ. ഇതിന് ഡാലിയയുടെ കിഴങ്ങ് പോലെ കിഴങ്ങുകളുണ്ടാവും. ഈ കിഴങ്ങിൽ നിന്നാണ് പിന്നത്തെ ചെടികൾ ഉണ്ടായി വരുന്നത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടും പുറത്ത് വെച്ചും വളർത്താവുന്ന ഈ ചെടികൾ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ വെള്ളം നന്നായി വാർന്നു പോകുന്ന പാത്രത്തിൽ വേണം നടാൻ. വെള്ളം കെട്ടിക്കിടക്കരുത് എന്ന് മാത്രം. വെള്ളം കെട്ടിക്കിടക്കാത്ത വിധത്തിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന വിധത്തിലുള്ള നല്ല ഡ്രെയിനേജുള്ള പോട്ട് സെലക്ട് ചെയ്യുക. അതിനടിയിൽ ചകിരി കഷ്ണങ്ങളോ മെറ്റൽ കഷ്ണങ്ങളോ ഒരു ലെയർ ഇട്ടതിന് ശേഷം മാത്രം പോട്ടിംഗ് മിക്സ് നിറച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്കതിൽ ഈർപ്പം നിൽക്കില്ല. അതുപോലെ തന്നെ പെർലറ്റ് കുറച്ച് ചേർക്കുകയാണെങ്കിൽ മണ്ണിന് എപ്പോഴും വായുസഞ്ചാരം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. വേനൽക്കാലത്ത് ഈ ചെടികൾ ഉണങ്ങിപ്പോകും. ഇതിൻ്റെ തണ്ട് മാഞ്ഞ് ഇഞ്ചിൻ്റെയൊക്കെ പോലെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിന് പൂക്കൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഇത് ചെടി ഇലകൾ മഞ്ഞ കളറായി വരാൻ തുടങ്ങും. നല്ലപോലെ വേനലാവുന്ന സമയത്ത് ഈ ചെടികൾ ഉണങ്ങിപ്പോകും. പക്ഷേ നമുക്ക് അവിടെ തന്നെ നനവ്, അതായത് മഴയൊക്കെ പെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ആ സമയമാകുമ്പോൾ തന്നെ ലില്ലി ചെടികളൊക്കെ മുളച്ചു വരുന്ന പോലെ അത് മുളച്ചു വരും. നല്ല മനോഹരമായ ഇലകളോടുകൂടി കരുത്തോടുകൂടി ഈ ചെടികൾ മുളച്ചു വരും. പുറത്ത് നടുകയാണെങ്കിൽ ഇത് തണലിൽ നടണം കേട്ടോ. നല്ലപോലെ വെയിൽ തട്ടാൻ പാടില്ല. പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ ചെടികൾ വൃത്തിയായി സൂക്ഷിക്കണം. അതായത് ഇതിൻ്റെ അടിയിൽ കേടായ ഇലകളോ അതുപോലെ വിരിഞ്ഞു കഴിഞ്ഞ തണ്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് വൃത്തിയാക്കണം. ധാരാളം പൂക്കൾ ഉണ്ടാകുമ്പോൾ ഇലകളുടെ നിറം മാറാൻ തുടങ്ങും. ഒരുപാട് ഇത് പല കളറുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ പൂക്കൾ? ഞാൻ ഇതിൽ കുറേ കളർ, എല്ലാം ഒന്നും വിരിഞ്ഞിട്ടില്ല, എന്നാലും റോസ്, വെള്ള, അങ്ങനെ പല കളറുകളുണ്ട്. അപ്പോൾ ഈ പൂക്കൾ ഒരുപാട് വിരിയുമ്പോൾ ഇലകളുടെ കളർ മാറാൻ തുടങ്ങും. അത് ചെടി പോകാൻ തുടങ്ങുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അപ്പോൾ പിന്നെ സംരക്ഷിച്ചിട്ട് കാര്യമില്ല. കിഴങ്ങുകൾ വേണേൽ പറിച്ച് സൂക്ഷിക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ മുളച്ച് വരും കേട്ടോ. നേരിട്ട് നനയ്ക്കുന്നതിനേക്കാൾ ഈ ചെടി നനയ്ക്കാൻ നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിലെങ്ങാനും വെള്ളം എടുത്തിട്ട് ഈ ചെടി നട്ടിട്ടുള്ള ചെടിച്ചട്ടീൻ്റെ അടിവശം ഒന്ന് മുക്കി കൊടുക്കുക, ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങ് മാറ്റി വെച്ചേക്കാം. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത വിധം നല്ല തെളിച്ചമുള്ള സ്ഥലത്ത്, അതായത് വെയിൽ നേരിട്ട് അടിക്കുന്നില്ല എന്നാൽ നല്ല പ്രകാശമുള്ള സ്ഥലങ്ങളിലാണ് ഇവ സൂക്ഷിക്കേണ്ടത്. ഇൻഡോറായിട്ടും വളർത്താട്ടോ. നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഇവിടെ ഈ വീഡിയോയിലുള്ള അതേ കണക്കുള്ള ചെടികളാട്ടോ. ഇതുപോലെ ഓരോ പോട്ട് നിറഞ്ഞ് തിക്കായിട്ട് നിൽക്കുന്ന ചെടികളാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 2-3 കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സെലക്ഷൻ ഇല്ല, എത്ര കളറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. 3 കളർ ചെടികളിപ്പോൾ ഞാൻ സെയിലിന് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഇത്രയും വലുപ്പമുള്ള ചെടികൾ ഒരു ചെടിക്ക് വെറും 350 രൂപയാണ്. ഇതിൽ ഒരു ചെടിയെങ്കിലും സ്വന്തമാക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡന് ഇതൊരു അസറ്റായിരിക്കും കേട്ടോ. വളരെ നല്ല മനോഹരമായിട്ടുള്ള ഈ ചെടികൾ സ്വന്തമാക്കാൻ ഈ വീഡിയോയുടെ ചുവടെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ.